Dear students, welcome to our next class. Today we are dealing with the topic weakness of Indian financial system. We have already discussed about the financial system and economic development. Now we are going to discuss about the weakness of Indian financial system. First of all, what is a financial system? We have already discussed that topic. A financial system is a complex, well-integrated set of subsystems of financial institutions, financial markets, financial instruments, and financial services which facilitate the transfer and allocation of funds efficiently and effectively. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ്. നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന മെയിൻ കമ്പോണൻസ് ആയിരുന്നു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ സർവീസസ്. അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വെൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ വീക്ക്നെസ്സസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു എസ്സേ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഞാനൊരു ക്ലൂ നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. അപ്പൊ നമുക്കറിയാം 4 കമ്പോണൻസ് ആണ് മെയിനായിട്ട് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്നത്: ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റ്, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് സർവീസസ്. അപ്പൊ ഈ 4 കമ്പോണൻസിലും വരുന്ന ഓരോ ഡിഫക്ട്സും അല്ലെങ്കിൽ ഓരോ വീക്ക്നെസ്സും നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ വീക്ക്നെസ് ആണ്. ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാൻ. ഓക്കെ, അതാണ് ആദ്യത്തെ ക്ലൂ, weakness of Indian financial system. Then നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. Our first point is lack of coordination among financial institutions. We know that there are large number of financial intermediaries in our country. Most of the financial institutions are owned by the government. At the same time, the government is also controlling authority of these institutions. As there are multiplicity of institutions in the Indian financial system, there is lack of coordination in the working of these institutions. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ആദ്യത്തെ വീക്ക്നെസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ലാക്ക് ഓഫ് കോർഡിനേഷൻ അമംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ല, ഒരു ഐക്യം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ നമ്മളുടെ നാഷനിൽ ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് വീക്ക്നെസ് ആയിട്ട് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ലാർജ് നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളുടെ നാഷനിലുണ്ട്. ലൈക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ ഡിഫറെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളുടെ നാഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഗവൺമെന്റ് തന്നെയാണ് ഈ മെജോറിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഓൺ ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് തന്നെയാണ് അതിന്റെ കൺട്രോളിങ് അതോറിറ്റീസ് ആയിട്ട് വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരു ലാക്ക് ഓഫ് കോർഡിനേഷനും ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള വർക്കിങ്ങിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമുക്കറിയാം മൾട്ടിപ്ലിസിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്. ഈവൻ ഗവൺമെന്റ് ആണ് അതിന്റെ മെയിൻ കൺട്രോളിങ് അതോറിറ്റി എങ്കിൽ കൂടെ ഗവൺമെന്റിന് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് ഗവൺമെന്റിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇപ്പൊ 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻസേ ഉള്ളൂ എങ്കിൽ നമുക്കതിനെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ലാർജ് നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള കോർഡിനേഷനിൽ ഉണ്ടാക്കും. ഓക്കെ,
അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, ലാക്ക് ഓഫ് കോർഡിനേഷൻ among ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു മെയിൻ കമ്പോണന്റ് ആണ്. Then second point is dominance of development banks in industrial finance. The industrial financing in India today is largely through the financial institutions set up by the government. They get most of their funds from their sponsors. They act as distributive agencies only, and hence they fail to mobilize the savings of the people, and this stands in the way of growth of an efficient financial system in the country. The next വീക്ക്നെസ് ആയിട്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ നെക്സ്റ്റ് വീക്ക്നെസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഡോമിനൻസ് ഓഫ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഇൻ ഇൻഡസ്ട്രിയൽ ഫിനാൻസ്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കൊടുക്കുന്ന കാര്യത്തിൽ ഡെവലപ്മെന്റ് ബാങ്ക്സിന്റെ ഡോമിനൻസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI എന്ന് നമ്മൾ പറയും. അതുപോലെ ICICI അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SFC, സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ, SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ് ചെയ്യുന്ന ഡെവലപ്മെന്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആയിട്ട് വരുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. These development banks hold prominent position in the capital market, and these financial institutions are not able to mobilize the saving of the people. അവർക്ക് സ്പോൺസേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അവര് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, ഏജൻസീസിന് കൊടുക്കുന്നത്. സോ അവർ ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് സേവിങ്സ് മൊബിലൈസ് ചെയ്യുക എന്ന ആ ഒരു ആക്ടിവിറ്റിയിൽ അവർ ഡെവലപ്മെന്റ് ബാങ്ക്സ് ആക്ച്വലി ഫെയിൽ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതും നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഗ്രോത്തിന് ഒരു തടസ്സമായി നിൽക്കുന്ന ഫാക്ടർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. അത് മാത്രമല്ല, ഈ ഡെവലപ്മെന്റ് ബാങ്ക്സ് പലപ്പോഴും ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ് കൊടുക്കുന്നത് ലോങ് ടേം ഫണ്ട്സ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ പലപ്പോഴും ഫേവർ ചെയ്യുന്നത് ബിഗ് ഇൻഡസ്ട്രിയൽസിനെ ആയിരിക്കും ഫേവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിഗ് കോർപ്പറേറ്റ് കമ്പനീസിനെ ആയിരിക്കും അവർ ഫേവർ ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ബാങ്ക്സ് പലപ്പോഴും സ്മോൾ ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ സ്മോൾ കമ്പനീസിന് ലോൺസ് കിട്ടാതെ പോകുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ബാങ്കിനെ അപ്രോച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ എ ലോട്ട് ഓഫ് ഫോർമാലിറ്റീസ് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരു ബിഗ് കോർപ്പറേറ്റ് ആണ് ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പം ലോൺ സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതും ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. Then third point is inactive and erratic capital markets. ഇനാക്റ്റീവ് ആൻഡ് ഇറാക്റ്റീവ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനാക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആക്റ്റീവ് അല്ല, ക്യാപിറ്റൽ മാർക്കറ്റ് അത്രമാത്രം ആക്റ്റീവ് അല്ല. ഇറാക്റ്റിക് മീൻസ് ഇറാക്റ്റിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തെറ്റായിട്ട് പോകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഇറഗുലർ ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ. ഇൻ ഇന്ത്യ ദ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ആർ ഏബിൾ ടു റേസ് ഫണ്ട്സ് ത്രൂ ഡെവലപ്മെന്റ് ബാങ്ക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു, ക്യാപിറ്റൽ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് പലപ്പോഴും ഫിനാൻസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് ബാങ്ക്സിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ ദേ നീഡ് നോട്ട് ഗോ ടു ക്യാപിറ്റൽ മാർക്കറ്റ്. പലപ്പോഴും അതുകൊണ്ട് തന്നെ അവർ ഡെവലപ്മെന്റ് ബാങ്ക്സിൽ നിന്ന് അവർക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ക്യാപിറ്റൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നേ ഇല്ല. ക്യാപിറ്റൽ മാർക്കറ്റിൽ കൂടെ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് തന്നെ അവർക്ക് ചിന്തിക്കേണ്ട സിറ്റുവേഷൻസ് ഇല്ല. കാരണം എന്താണ്, അവർക്ക് ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്ന് അവർക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട്സ് റേസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. മോറോവർ ദേ ഡു നോട്ട് റിസോർട്ട് ടു ക്യാപിറ്റൽ മാർക്കറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഇറാക്റ്റിക് ആൻഡ് ഇനാക്റ്റീവ്. Investors do prefer investments in physical assets to investments in financial assets.
പലപ്പോഴും അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, പല ഇൻവെസ്റ്റേഴ്സും പ്രിഫർ ചെയ്യുന്നത് ഫിസിക്കൽ അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏതിനേക്കാൾ കൂടുതലായിട്ട് ഫിനാൻഷ്യൽ അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും ഫിസിക്കൽ അസറ്റ്സ് ആയിട്ടുള്ള ലാൻഡ്, ബിൽഡിങ്സ്, റിയൽ എസ്റ്റേറ്റ് അതിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഫിസിക്കൽ ആണ് അത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പലപ്പോഴും ജനങ്ങൾ കൂടുതൽ പ്രിഫറൻസ് കാണിക്കുന്നു. അതും നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇനാക്റ്റീവ് ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. നമുക്കറിയാം, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെങ്കിലേ ആ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം നല്ല രീതിയിൽ മൂവ് ചെയ്യുള്ളൂ. ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് ഒരു ഇക്കോണമിക്ക് ഉള്ളത് എങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് അതിൻ്റെതായ തടസ്സങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. The next point ആയിട്ട് നമ്മൾ പറയുന്നതാണ് lack of integration of the segments of the financial system. The different sectors of the financial system like capital market, money market, bullion market, etc. are not properly coordinated and integrated for the benefit of the financial system, and it will retard its development and further growth. The next drawback ആയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക്നെസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആയിട്ട് നമ്മൾ പറയുന്നതാണ് ലാക്ക് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറെന്റ് സെഗ്മെന്റ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. നമുക്കറിയാം, ഡിഫറെന്റ് സെഗ്മെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് വരുന്ന ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെന്റ് സെക്ടേഴ്സ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, അതുപോലെ ബുള്ളിയൻ മാർക്കറ്റ് ഉണ്ട്. ബുള്ളിയൻ മാർക്കറ്റിൽ മെയിൻ ആയിട്ട് മെറ്റൽസിന്റെ ട്രേഡ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഗോൾഡ് ബാർ അതിന്റെ ഒക്കെ ട്രേഡ് ഒക്കെ നടക്കുന്നത് ബുള്ളിയൻ മാർക്കറ്റിലാണ്. അപ്പൊ ഈ മാർക്കറ്റുകൾ തമ്മിലൊന്നും പലപ്പോഴും ഒരു ക്ലോസ് ഇന്റഗ്രേഷനോ ഒന്നും തന്നെ നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കാതെ പോകുന്നു. ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇന്റഗ്രേഷൻ among different sectors of financial സിസ്റ്റവും നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിന് ഒരു തടസ്സമായി നിൽക്കുന്ന മെയിൻ ഫാക്ടറാണ്. അതാണ് നമ്മളുടെ ഫോർത്ത് പോയിന്റിൽ നമ്മൾ പറയുന്നത് ലാക്ക് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറെന്റ് സെഗ്മെന്റ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. ഒരു ക്ലോസ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ among ഡിഫറെന്റ് സെഗ്മെന്റ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Then our next point is unhealthy financial practices. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അൺഹെൽത്തി ഫിനാൻഷ്യൽ പ്രാക്ടീസസ്. പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നാണ് അൺഹെൽത്തി ഫിനാൻഷ്യൽ പ്രാക്ടീസസ് ഇൻ അവർ ഫിനാൻഷ്യൽ സിസ്റ്റം. The dominance of development banks has developed unhealthy financial practices among corporate customers. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു, ഈ ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ് പലപ്പോഴും ലാർജ് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർ പലപ്പോഴും കോർപ്പറേറ്റ്സ് പലപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ബാങ്ക്സിനെയാണ്, ക്യാപിറ്റൽ മാർക്കറ്റിനല്ല, കൂടുതലായിട്ട് ഡെവലപ്മെന്റ് ബാങ്ക്സിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് ദ ഡെവലപ്മെന്റ് ബാങ്ക്സ് പ്രൊവൈഡ് മോസ്റ്റ് ഓഫ് ദ ഫണ്ട്സ് ഇൻ ദ ഫോം ഓഫ് ടേം ലോൺസിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാലാവധി വെച്ചുകൊണ്ട് പലപ്പോഴും ഡെവലപ്മെന്റ് ബാങ്ക്സ് ലോൺസ് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ബിഗ് ബിസിനസ് യൂണിറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദർ ഈസ് എ പ്രീഡോമിനൻസ് ഓഫ് ഡെറ്റ് ഇൻ ദ financial structure of the corporate enterprises, and the predominance of the debt capital has made the capital structure of the borrowing enterprise uneven and lopsided. And when these enterprises face financial crisis, the financial institutions permit a greater use of debt than is warranted, and this will make matters ever worse. Then next നമ്മൾ പറയുന്നതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബിഗ്
കോർപ്പറേറ്റ്സ് പലപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ബാങ്ക്സിനെയാണ്. ഡെവലപ്മെന്റ് ബാങ്ക്സ് പലപ്പോഴും യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റീസും ഇല്ലാതെ ഈ ബിഗ് കോർപ്പറേറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള അൺഹെൽത്തി ഫിനാൻഷ്യൽ പ്രാക്ടീസസിൽക്കും ലീഡ് ചെയ്യുന്നു. പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സ്കാംസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ തട്ടിപ്പ്, വെട്ടിപ്പ് അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടതായിരുന്നു ഇന്ത്യ ടോപ്പ് കോർപ്പറേറ്റ് സ്കാംസ് ലൈക്ക് സത്യം കമ്പ്യൂട്ടേഴ്സ് 2009 നടന്നതായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രതിയായിട്ട് വന്നത് രാമലിംഗ രാജു അവരൊക്കെ ആയിരുന്നു. ദെൻ അറൌണ്ട് 7,200 ക്രോസിന്റെ സ്കാം ആണ് അവിടെ നടന്നത്. അക്കൗണ്ടിംഗ് സ്കാൻഡൽ where Ramalinga Raju confessed to having cooked up the accounts of the Satyam computers and inflated its bank balance. അങ്ങനെയായിരുന്നു ആ സ്കാം നടന്നത്. ദെൻ അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കാം ആയിരുന്നു കാദൻ പെരക് security scam in the year 2001, and the protagonist was Kadan Perek, and scam the amount which was around 1,250 crores in the scam. Perek was involved in the circular trading and stock manipulation through the year 1999 to 2001 in a host of companies. ഇങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് മുന്നിലുണ്ട്. സ്കാംസ്, ഫിനാൻഷ്യൽ സ്കാംസ് അല്ലെങ്കിൽ അൺഹെൽത്തി ഫിനാൻഷ്യൽ പ്രാക്ടീസസ് നടന്നതിൻ്റെ. ദെൻ അതുപോലെ തന്നെ കുറച്ച് പേഴ്സൺസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇൻഡിവിജ്വൽസ്, നമുക്ക് നീരവ് മോദി അതുപോലെ തന്നെ വിജയ് മല്യ അവരുടെയൊക്കെ എക്സാമ്പിൾസ് നമുക്ക് പറയാവുന്നതാണ്. വിജയ് മല്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹു ഓസ് 17 ഇന്ത്യൻ ബാങ്ക്സ് ആൻഡ് an estimated rupees 9,000 crores is accused of fraud and money laundering in the country. And he's also a former Rajya Sabha member. And although he was declared bankrupt by SBI, other banks kept on giving him loans due to his reputation only. അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതായിരുന്നു. ഇതൊക്കെ അൺഹെൽത്തി ഫിനാൻഷ്യൽ പ്രാക്ടീസസിന് എക്സാമ്പിൾസ് ആണ്. Then next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് പോയിന്റ് ആണ് monopolistic market structure. In India, some financial institutions are so large that they have created a monopolistic market structure in the financial system. For instance, the entire life insurance business is in the hand of LIC, Life Insurance Corporation, and the UTI has more or less monopolized mutual fund industry. And the weakness of this large structure is that it could lead to inefficiency in their working and mismanagement. And ultimately, it would retard the development of the financial system of the country itself. The next നമ്മൾ പറയുന്നതാണ് monopolistic market structure. Monopolistic market structure എന്ന് വെച്ച് കഴിഞ്ഞാൽ some institutions are large there. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് LIC. Entire life insurance business is in the hands of LIC. Then അതുപോലെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ which is dominating in the mutual fund market. അപ്പോൾ ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിലാണ് എൻറ്റയർ സിസ്റ്റം വരുന്നതെന്നുണ്ടെങ്കിൽ അത് a lot of inefficiency in their working and even mismanagementലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, അതും ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിന് ഒരു തടസ്സമായി നിൽക്കുന്ന മെയിൻ ഫാക്ടറാണ്. മൊണോപോളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചറിന്റെ മെയിൻ ഡിഫക്ട്സ് ഒക്കെ നമ്മൾ മൈക്രോ ഇക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ പറഞ്ഞ ഡ്രോബാക്സ് ഒക്കെ ഇവിടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. The next weakness is the weakness of existing laws. Most existing financial laws in India were enacted when the country was command and control economy.
A large number of laws exists, each of which was designed to solve a small problem that was prevalent at that time. For example, the Reserve Bank of India Act, which was in the year 1935, and the SEBI Act in the year 1992, and in many cases it could not impose adequate controls towards the financial irregularities and frauds, and often influenced by the politically and economically organized pressure groups. The next weakness ആയിട്ട് നമ്മൾ നോക്കുന്നതാണ് weakness of existing laws. നമ്മുടെ പല ലോസും ഫിനാൻഷ്യൽ ലോസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രിട്ടീഷിന്റെ അണ്ടറിലുള്ള സമയത്ത് ബ്രിട്ടീഷ് റൂളിന്റെ അണ്ടറിലുള്ള സമയത്തുള്ള ലോസ് ആണ് ഇപ്പോഴും പ്രിവെയിൽ ചെയ്യുന്നത്. അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഇൻ ദ ഇയർ 1935. നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുന്നതിന് മുമ്പേ ഉള്ള ലോ ആണത്. ദെൻ നമുക്കറിയാം ഓരോ കൊല്ലം കഴിയും തോറും നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വരുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആ ഡെവലപ്മെന്റിനനുസരിച്ചിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ലോസ് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഓരോ ഡെവലപ്മെന്റ് വരുമ്പോഴും അവിടെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാണ്. അതിനനുസരിച്ചിട്ട് നമുക്ക് ലോയില് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതുണ്ട്, പുതിയ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അതിനൊന്നും സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് പല രീതിയിലുള്ള സ്കാംസും നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പല കോർപ്പറേറ്റ് കമ്പനീസിനും കുറേ ലോൺസ് യാതൊരു തരത്തിലുള്ള കൺട്രോളും ഇല്ലാതെ കൊടുക്കുകയും അവർ കടക്കെണിയിലേക്ക് പോകുകയും അവർ വാങ്ങിയ അവർക്ക് കിട്ടിയ ആ ഒരു ഫണ്ട് അവർക്ക് തിരിച്ചടക്കാൻ കഴിയാതെ പോകുകയും ബാങ്ക്സ് കൊലാപ്സ് ചെയ്തു പോകുന്ന സിറ്റുവേഷനിലേക്ക് വരെ അത് ലീഡ് ചെയ്യുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതിനൊന്നും നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയേണ്ടതാണ് പൊളിറ്റിക്കൽ പ്രഷർ, ഇക്കണോമിക്കലി ഓർഗനൈസ്ഡ് പ്രഷർ ഗ്രൂപ്പ്സ്. ഇതൊക്കെ ഇൻഫ്ലുവൻസ് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പൊളിറ്റിക്കൽ പ്രഷറൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ യാതൊരു തരത്തിലുള്ള ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആ ഒരു ഫ്രോഡിനെ അല്ലെങ്കിൽ ആ ഒരു സ്കാംസിനെ കൺട്രോൾ ചെയ്യാനോ കഴിയാത്ത സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ ഈവൻ ടുഡേ കടന്നു പോകുന്നത്. അപ്പൊ അതും ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള ഇറഗുലാരിറ്റീസ് ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന വീക്ക്നെസ്സസിനെ കൺട്രോൾ ചെയ്യാനും പുതിയ സ്കാംസ് ഒന്നും ഇല്ലാതെ അതൊക്കെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ദെൻ ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ പറയുന്നത് ബാക്കി ഒത്തിരി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വീക്ക്നെസ്സസ് നമുക്ക് പിൻ പോയിന്റ് ചെയ്തിട്ട് പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് പറയാനുണ്ടായിരിക്കും. അതെല്ലാം കൂടെ നമ്മൾ ലാസ്റ്റ് പോയിന്റിൽ അതർ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയാണ് ചെയ്യുന്നത്. Apart from the above points, there are some other factors which put obstacles to the growth of Indian financial system. For example, banks and financial institutions have high level of NPA or non-performing assets. The second point is government burdened with high level of domestic debt. Third one, the cooperative banks are labeled with scams. Fourth one, investors' confidence reduced in the public sector undertakings. And finally, financial illiteracy, and so on. The next other factors നമ്മൾ പറയുന്നതാണ്. First one, banks and financial institutions have high level of non-performing assets. Non-performing asset അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ കിട്ടാക്കടം എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ. അപ്പൊ എന്തുകൊണ്ടാണ് ബാങ്ക്സിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഹൈ ലെവൽ ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ കിട്ടാക്കടത്തിലേക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവ് ചെയ്യേണ്ടി വരുന്നത്? യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റീസും ഇല്ലാതെ പലപ്പോഴും ബാങ്ക്സ് കടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസിനും ബിഗ് കോർപ്പറേറ്റ് കമ്പനീസിനും കടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ആ കടം വാങ്ങിയത് അടക്കാൻ കഴിയാതെ പോകുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നു. ബാങ്ക് അത് കടക്കെണിയിലേക്ക് ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ കാണുന്നു. നോൺ പെർഫോമിംഗ് അസറ്റിന്റെ റേഷ്യോ ഓരോ കൊല്ലം കൂടുന്തോറും ഇൻക്രീസ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻസും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത് ബാങ്ക്സ് തന്നെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ഫൈനലി കൊലാപ്സ് ചെയ്തു പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. അത് ഓഫ് കോഴ്സ് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ
വളരെ അഡ്വേഴ്സ് ആയിട്ട് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പൊ ബാങ്ക് എപ്പോഴും കടം കൊടുക്കുമ്പോൾ അത് ക്രെഡിറ്റ് വർത്തി പേഴ്സൺ ആണോ എന്നുള്ളത് നോക്കിക്കൊണ്ട് വേണം ബാങ്ക് കടം കൊടുക്കാൻ. അത് അവര് കടം തിരിച്ചടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനും ബാങ്ക് മുന്നോട്ട് വരണം. ഓക്കെ, അതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഒരു സാധാരണക്കാരന്റെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് കടം വാങ്ങിയ പൈസ തിരിച്ചടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ജപ്തി അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്നത് പോലെ തന്നെ ഒരു കോർപ്പറേറ്റ് സെക്ടറിന് അല്ലെങ്കിൽ ഒരു ബിഗ് ബിസിനസ് യൂണിറ്റിന് കടം വാങ്ങിയ പൈസ തിരിച്ചെടുക്കാൻ കഴിയാത്ത സിറ്റുവേഷനിൽ അത് പിടിച്ചെടുക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ ബാങ്ക് വളരെ ഫോർവേഡ് ആയിട്ട് മുന്നോട്ട് വരണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ഗവൺമെന്റ് ബാഡൻഡ് വിത്ത് ഹൈ ലെവൽ ഓഫ് ഡൊമസ്റ്റിക് ഡെറ്റ്. അപ്പൊ ഗവൺമെന്റിന് നമുക്കറിയാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിഫറെന്റ് പാർട്ടിസിപ്പൻസ് വരുന്നുണ്ട്. അതിൽ ഇൻഡിവിജ്വൽസ് വരുന്നു, ബിസിനസ് യൂണിറ്റ്സ് വരുന്നു, ഗവൺമെന്റ് വരുന്നു, ഫോറിൻ സെക്ടർ വരുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം. ഈ എല്ലാ പാർട്ടിസിപ്പൻസും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം ആകുന്നുള്ളൂ. പലപ്പോഴും ഈ ഒരു ഗവൺമെന്റ് സെക്ടറിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ മാത്രം ഹൈ ഡൊമസ്റ്റിക് ഡെറ്റ് ആണ് പലപ്പോഴും ഗവൺമെന്റിന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത്. അതും നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഒബ്സ്റ്റക്കിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് കോർപ്പറേറ്റ് ബാങ്ക്സ് ആർ ലാബിൾഡ് വിത്ത് സ്കാംസ്. ഈവൻ കോർപ്പറേറ്റ് ബാങ്ക്സും സ്കാംസിൽ വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് ബാങ്ക്സ് അവർ യാതൊരു തരത്തിലുള്ള ക്രെഡിറ്റ് വർത്തിനെസ്സും നോക്കാതെ ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ബാങ്ക്സ് പോലും ഇങ്ങനെ പല രീതിയിലുള്ള സ്കാംസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ നമുക്ക് യാതൊരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കൊലാപ്സ് ചെയ്തു പോകും. നമ്മളുടെ ഇക്കണോമിക് ഡെവലപ്മെന്റിനെ അത് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദെൻ ഫോർത്ത് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് റെഡ്യൂസ്ഡ് ഇൻ ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. അതിൽ നമ്മൾ പറയുന്നതാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു കോൺഫിഡൻസ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിന് അവിടെ മൂവ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഇപ്പൊ ഗവൺമെന്റിന് ഫണ്ട് റേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും സെക്യൂരിറ്റീസ് പുറപ്പെടുവിച്ചുകൊണ്ട് ഗവൺമെന്റിന് ഫണ്ട് റേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ആ ഒരു സിറ്റുവേഷനിൽ പ്രൈവറ്റ് കോർപ്പറേറ്റ്സ് ഒന്നും തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ബോൺസ് വാങ്ങിക്കൊണ്ട് ഫണ്ട് ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്യാൻ വില്ലിങ് ആകാതെ വരാണെന്നുണ്ടെങ്കിൽ അത് പല രീതിയിലും നമ്മളുടെ ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാത്തത്? അവർക്ക് പലപ്പോഴും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവര് ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യാത്തത്. സോ അതും മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് ആണ് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് പബ്ലിക് സെക്ടർ നമുക്ക് വേണം. സ്ട്രോങ് പബ്ലിക് സെക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡിവിജ്വൽസിനായാലും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനായി കഴിഞ്ഞാലും ആ ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല രീതിയിലുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട സമയത്ത് അത് നല്ല രീതിയിൽ നടക്കുള്ളൂ. ദെൻ ലാസ്റ്റ് വൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഫിനാൻഷ്യൽ ഇലിറ്ററസി. ഫിനാൻഷ്യൽ ഇലിറ്ററസി ഈവൻ ടുഡേ നമ്മുടെ നാഷണൽ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഡ്രോബാക്ക് ആണ്. അത് ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, മെയിനായിട്ട് ഫിനാൻഷ്യൽ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് നമ്മളുടെ നാഷണലിൽ ഉണ്ട്. പലപ്പോഴും അതിനെ ഒരു അളവ് വരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചെങ്കിൽ കൂടെ ഒരു വിഭാഗം ഫിനാൻഷ്യൽ ഇലിറ്ററസി ഫേസ് ചെയ്യുന്നു. അവർക്ക് ബാങ്കിങ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള അറിവില്ല. എങ്ങനെ ബാങ്കിനെ അപ്രോച്ച് ചെയ്യും, എങ്ങനെ ഒരു ലോൺ കിട്ടും. ഈവൻ നമ്മളുടെ ഫാമേഴ്സ്, ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ഇന്ത്യൻ സിസ്റ്റം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെജോറിറ്റി സ്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിനെയാണ്.
ഇപ്പോൾ ഫാമേഴ്സിന്റെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പലരും ഈവൻ ടുഡേ ഇലിറ്ററേറ്റ് ആണ്. ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി അവരിലേക്ക് എത്തിക്കാൻ പല റീസൺ കൊണ്ടും നമുക്ക് സാധിച്ചിട്ടില്ല. അവർ ബാങ്കിങ് ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ അവെയർ അല്ല. അപ്പൊ നമുക്കൊരു ബാങ്കിങ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ബാങ്കിനെ അപ്രോച്ച് ചെയ്യാം, ലോൺസ് എങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, ATM എങ്ങനെ നമുക്ക് ഫങ്ഷൻ ചെയ്യാം, അതിനെ കുറിച്ചിട്ടൊന്നും അവര് അവെയർ അല്ലാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് അവിടെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താം എന്നുള്ളതും പോസിബിൾ അല്ല. അപ്പൊ പലപ്പോഴും ഫിനാൻഷ്യൽ ഇലിറ്ററസിയും നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഒബ്സ്റ്റക്കിൾ ആണ്. അപ്പൊ എല്ലാവരും ഫിനാൻഷ്യൽ ലിറ്ററസി എല്ലാ പേഴ്സൺസിലേക്കും എത്തിക്കാൻ ഗവൺമെന്റിന് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ വർക്കിങ്ങിന് ഫിനാൻഷ്യൽ ലിറ്ററസി എസെൻഷ്യൽ ആണ്. 100% ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് വീക്ക്നെസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മൾ വളരെ ക്ലിയർ കട്ടായിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇന്നത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ടു റീസോൾവ് ദ വീക്ക്നെസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, എക്സ്പ്ലെയിൻ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ വീക്ക്നെസ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന വീക്ക്നെസ് നമ്മൾ പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞു. ദെൻ എങ്ങനെ നമുക്ക് ഈ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാം, എങ്ങനെ നമുക്ക് ആ ഒരു വീക്ക്നെസ്സിനെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന വീക്ക്നെസ്സിനെ റീസോൾവ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ എഴുതേണ്ടത്. അത് ക്ലിയർ കട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യുക. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾ നന്നായി ചിന്തിച്ചതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. നിങ്ങളുടെ റോൾ നമ്പറും നിങ്ങളുടെ പേരും കൊടുത്തുകൊണ്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.